ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ഉള്ള അവസരമായിട്ടുണ്ട്. ഓൺലൈൻ വ്യഭിചാരമെന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മളെല്ലാവരും വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണിത്. ഓൺലൈൻ വ്യഭിചാരം. ഇത്രയും മാന്യമായിട്ട് ആ വാക്കിനെ എനിക്ക് വിളിക്കാൻ സാധിക്കുന്നുള്ളൂ. പിച്ച വയ്ക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് 90 കഴിഞ്ഞ അപ്പൂപ്പൻ വരെ ഇന്ന് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു കുട്ടിക്ക് 7 വയസ്സ് മുതൽ ഹോർമോൺ വ്യതിയാനം സംഭവിക്കാൻ തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ആഹാരരീതിയും ശരീരമനങ്ങാതെയുള്ള ഇരിപ്പും നമ്മുടെ കുട്ടികളുടെ ശരീര വളർച്ച പ്രായത്തിനനുസരിച്ചല്ലാതാക്കുന്നു. കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണരീതി ഇതിനൊരു വലിയ കാരണമാണ്. പണ്ടത്തെ പോലെ സമീകൃത ആഹാരം കഴിച്ച് അത്യാവശ്യം പ്രായത്തിനനുസരിച്ച് അവരവരെക്കൊണ്ടാകുന്ന ജോലികാര്യാദികൾ ചെയ്ത് സമയം ചെലവഴിക്കുന്ന കുട്ടികൾ വിരലിൽ എണ്ണാൻ പോലുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഫാസ്റ്റ് ഫുഡും മറ്റ് സുഖസൗകര്യങ്ങളുമൊക്കെ ആസ്വദിച്ച് ശരീരമനങ്ങാതെ വിയർക്കാതെ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും പോലുള്ള ആധുനിക ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ മുഴുകി സമയം ചിലവിടുന്നതാണ് ഇന്ന് ഏറെ കുട്ടികളും. കുട്ടികളെ മാത്രം എടുത്തു പറയുന്നതിൻ്റെ കാരണം വളർന്നു വരുന്ന തലമുറയിലെ മുകുളങ്ങൾ മുരടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഏത് കാര്യവും വളരെ വേഗത്തിൽ ആകർഷിക്കുന്നത് കുട്ടികളെയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭാവന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി ദോഷവശങ്ങൾ അതിലുണ്ട്. ഏത് കാര്യവും നല്ല രീതിയിലും ചീത്ത രീതിയിലും ഉപയോഗിക്കാം. ഇന്നത്തെ മൊബൈൽ ഫോൺ തുറന്നു കഴിഞ്ഞാൽ അശ്ലീലങ്ങൾക്കേറെ പ്രാധാന്യം കൊടുക്കുന്നതായി കാണുന്നു. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിലേക്കൊന്ന് നോക്കിയാൽ തല മരയ്ക്കുന്നത് പോലെയുള്ള ദൃശ്യങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്. പക്വതയും പ്രായവുമുള്ള ഒരു വ്യക്തി ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ സ്വയം നിയന്ത്രിക്കുമായിരിക്കും. പക്ഷേ കൂടുതൽ പേരും പിന്നീട് അതിൻ്റെ പിറകെ പോകുകയാണ് ചെയ്യുന്നത്. മോഷണം, പിടിച്ചുപറി, വ്യഭിചാരം പോലുള്ള കാര്യങ്ങൾ ഒരിക്കൽ ചെയ്താൽ പിന്നെ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിക്കും. പക്ഷേ പിന്നീട് പയ്യെ അതിന് അടിമയായി തീരുന്നു. അങ്ങനെ പലരുടെയും ജീവിതം നശിക്കുന്നതായാണ് കാണുന്നത്. ഇത് പ്രായമുള്ളവരുടെ കാര്യമാണ്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ചെന്നുപെട്ടാലോ? നമ്മുടെ ചേച്ചിമാർ പ്രദർശിപ്പിക്കുന്ന അശ്ലീല പരമ്പരകൾ നമ്മുടെ ഭാവി തലമുറയുടെ മുന്നോട്ടുള്ള വളർച്ചയെ മുളയിലെ നശിപ്പിക്കും. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.